ഓരോ തവണയും നിങ്ങളൊരു വാട്ടർ ബോട്ടിൽ കയ്യിലെടുക്കുമ്പോൾ ഓർക്കാറുണ്ടോ 10,000 വർഷത്തെ മനുഷ്യചരിത്രമാണ് സത്യത്തിൽ നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന്? നഗരങ്ങളും സംസ്കാരങ്ങളുമൊക്കെ ഉണ്ടാകുന്നതിനു മുൻപ് മനുഷ്യർക്കൊരു വലിയ തലവേദനയുണ്ടായിരുന്നു. കുടിക്കാനുള്ള വെള്ളം എങ്ങനെ കൂടെ കൊണ്ടുപോകും? അന്ന് അവർ കണ്ടെത്തിയ വഴികൾ വളരെ ക്രിയേറ്റീവായിരുന്നു. മൃഗങ്ങളുടെ തോലുകൊണ്ടുണ്ടാക്കിയ ബാഗുകൾ, ഉണങ്ങിയ ചുരയ്ക്ക, പൊള്ളയായ മരക്കഷ്ണങ്ങൾ എന്നിവയായിരുന്നു ആദ്യത്തെ ബോട്ടിലുകൾ. ഭാരം കുറവായതുകൊണ്ട് ദൂരയാത്രകൾക്ക് ഇത് വലിയ സഹായമായിരുന്നു. BC 3000 ആയപ്പോഴേക്കും സംഗതി കുറച്ചുകൂടി ഉഷാറായി. മെസപ്പൊട്ടേമിയയിലും ഈജിപ്തിലും കളിമണ്ണും സെറാമിക്കുമൊക്കെ വെച്ച് ജാറുകൾ ഉണ്ടാക്കി തുടങ്ങി. ബാഷ്പീകരണം വഴി വെള്ളം തണുപ്പിക്കാൻ ഇവയ്ക്ക് കഴിഞ്ഞിരുന്നു. മരുഭൂമിയിലെ കഠിനമായ ചൂടിൽ വെള്ളം തണുപ്പോടെ ഇരിക്കാൻ ഈജിപ്തുകാർ ഈ പാത്രങ്ങൾ പകുതിയോളം മണലിൽ കുഴിച്ചിടുമായിരുന്നു. BC 2000ഓടെ ലോഹങ്ങൾ രംഗത്തെത്തി. സിന്ധു നദീതട സംസ്കാരത്തിലും ചൈനയിലുമൊക്കെ ചെമ്പ്, വെങ്കലം എന്നിവ കൊണ്ടുള്ള പാത്രങ്ങൾ വന്നു. ചെമ്പ് വെറും ലോഹം മാത്രമല്ല, അത് വെള്ളത്തിലെ ബാക്ടീരിയകളെ കൊല്ലുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ ചെമ്പുപാത്രങ്ങളിൽ വെള്ളം സൂക്ഷിക്കുന്നത്. പിന്നീട് ഗ്രീക്കുകാരും റോമാക്കാരും ഇത് കൂടുതൽ സൗകര്യപ്രദമാക്കി. യുദ്ധത്തിനു പോകുന്ന സൈനികർ മെറ്റൽ ഫ്ലാസ്കുകളും ഗ്ലാസ് കുപ്പികളും കരുതിയിരുന്നു. മധ്യകാലഘട്ടത്തിൽ കുപ്പികൾ നോക്കിയാൽ ഒരാളുടെ പദവി അറിയാമായിരുന്നു. സാധാരണക്കാർ തുകൽ സഞ്ചികളോ മരക്കുപ്പികളോ ഉപയോഗിച്ചപ്പോൾ പണക്കാർ വെള്ളിപ്പാത്രങ്ങളിലും ഗ്ലാസ് കുപ്പികളിലുമാണ് വെള്ളം കുടിച്ചിരുന്നത്. 19-ാം നൂറ്റാണ്ടിലെ വ്യവസായ വിപ്ലവത്തോടെ ഗ്ലാസ് ബോട്ടിലുകൾ സുലഭമായി. അതോടെ ബോട്ടിലിൽ അടച്ച സ്പ്രിംഗ് വാട്ടർ ഒരു ആഡംബരമായി മാറി. പക്ഷേ 20-ാം നൂറ്റാണ്ടിലാണ് കളി മാറിയത്. പ്ലാസ്റ്റിക്കിന്റെ വരവോടെ എല്ലാം മാറി. ഭാരമില്ല, വിലക്കുറവ്, വീണാൽ പൊട്ടില്ല. 1990കളിൽ പ്ലാസ്റ്റിക് കുപ്പികൾ ലോകം കീഴടക്കി. പക്ഷേ അത് വലിയൊരു പരിസ്ഥിതി പ്രശ്നമായി ഇന്ന് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ വീണ്ടും പഴയ രീതിയിലേക്ക് മടങ്ങുകയാണ്. സ്റ്റീൽ, ഗ്ലാസ്, ചെമ്പ് ബോട്ടിലുകളും ഫ്ലാസ്കുകളുമൊക്കെ നമ്മൾ വീണ്ടും ഉപയോഗിച്ചു തുടങ്ങി. അതായത് പഴയ അറിവും പുതിയ ഡിസൈനും ഒന്നുചേരുന്നു. അതുകൊണ്ട് ഇനി കുപ്പിയിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ ഓർക്കുക, ആ കുപ്പി വെറുമൊരു മോഡേൺ സാധനമല്ല, അതിനൊരു പുരാതന ചരിത്രമുണ്ട്.